UDF പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായി ശശി തരൂർ MP മലപ്പുറത്തെത്തി. പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനാ പ്രതിനിധികളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ഞങ്ങളെന്നെ പാതയിൽ ഇറങ്ങി ജനങ്ങളെ കണ്ട് സംസാരിച്ച വഴിക്കും ഞങ്ങൾക്ക് ഓരോരോ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ജനകീയ പ്രകടന പത്രിക, ഒരു പീപ്പിൾസ് മാനിഫെസ്റ്റോ ആണ് UDFന്റെ ഉദ്ദേശം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഞാനും CP ജോണും കൂടി രണ്ട് ചെറിയ ബീച്ച്, പ്രധാനപ്പെട്ട ടൂറിസ്റ്റുമാര് വിദേശകാരി പോകുന്ന ബീച്ചല്ല, സാധാരണ രണ്ട് ബീച്ചിൽ കയറിയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഐസ്ക്രീം വിൽക്കുന്ന സെയിൽസ്മാൻ, ചായക്കട നടത്തുന്ന ഒരാള്, ഈ കൈച്ചക്ക വിൽക്കുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് വിൽക്കുന്ന ഒരു ചെറിയ പയ്യൻ, അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ലൈഫ് ഗാർഡ്സ്, ചെറിയ കടകൾ നടത്തുന്ന റെസ്റ്റോറൻറ്റ്, ഇവരെയൊക്കെ കണ്ട് സംസാരിച്ച് എന്താ നിങ്ങളുടെ സ്ഥിതി, എന്താ നിങ്ങളുടെ അനുഭവം, ഈ കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്, ഏത് വിധത്തിൽ സഹായമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എന്താണ് നിങ്ങൾ ഭാവിയിൽ വേണ്ടത്, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഞാൻ രണ്ട് കോളേജിലേക്ക് കയറി. കൊച്ചിയിലത്തെ സെയിൻറ്റ് ടെറീസയിലത്തെ വിദ്യാർത്ഥിനികൾ നല്ല തോട്ട്ഫുൾ ഇന്റലിജന്റ് ചോദ്യങ്ങളും സജഷൻസ്, നിർദ്ദേശങ്ങൾ തന്നിട്ട് പല പുതിയ ഐഡിയാസ് കേൾക്കാൻ അവസരമുണ്ടായി. അടുത്ത ദിവസം കോഴിക്കോടത്തെ ദേവഗിരിയിലത്തെ സെന്റ് ജോസഫ്സ് കോളേജിന്റെ കുട്ടികൾ അതുപോലെ അവരുടെ മനസ്സിലെന്താണ് നമുക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു നമ്മുടെ സാമൂഹ്യത്തിന്റെ ക്രോസ് സെക്ഷൻ്റെ ഒപ്പമാണ് ബന്ധപ്പെടുന്നത്. ഇന്നലെ കോഴിക്കോടില് ഇതേപോലെ ഞാനും ശ്രീ MK മുനീറും കൂടി ആ SM സ്ട്രീറ്റിന് വന്ന് പ്രസിദ്ധപ്പെട്ട പാതയിൽ ഇറങ്ങി അവിടുത്തെ കച്ചവടക്കാർ, സൂനിയർ ഷോപ്സ്, കുപ്പായം വിൽക്കുന്നത്, ഖാദി വിൽക്കുന്ന എംപോറിയം, കേരളത്തിന്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ അവതരിക്കപ്പെട്ടു. പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കൂടുതൽ പേർക്ക് പ്രയോജനപ്രദമാക്കുന്ന പദ്ധതിയിലേക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുകയെന്നും ശശി തരൂർ ഓർമ്മിച്ചു. ജനകീയ പ്രകടന പത്രികയാണ് UDFന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സാ സൗകര്യം, കൂടാതെ തിരുവനന്തപുരം RCCയിൽ കൂടുതൽ ഡോക്ടർമാർക്ക് പരിശീലനം നൽകൽ, ക്യാൻസർ ചികിത്സാ സൗകര്യം എല്ലാ ആശുപത്രിയിലും ലഭ്യമാക്കുക, മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കൂടുതൽ ബെഡുകൾ ഏർപ്പെടുത്തുക, മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വികസനം എന്നിവയെല്ലാം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി, കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം അർഹമായ തൊഴിൽ, സകലവിധ ആനുകൂല്യങ്ങളും, തുടർ കൃഷി ചെയ്യാൻ അവസരം, നാടൻ വിത്തുകളും നാടൻ ജൈവവളത്തിന്റെ വിതരണം എന്നീ വിഷയങ്ങളെല്ലാം അവതരിക്കപ്പെട്ടു. ഭിന്നശേഷിക്കാർക്ക് UDF സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും. ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ന്യായമായ പരിഹാരം ഉറപ്പാക്കുമെന്നും ശശി തരൂർ അറിയിച്ചു. ടൂറിസവും വ്യവസായം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന ആവശ്യം ഉയർന്നു. പ്രവാസികൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. പ്രവാസികൾക്ക് വ്യവസായം തുടങ്ങാൻ സഹായം, പെൻഷൻ, വിവിധ പദ്ധതികൾ എന്നിവയെല്ലാം UDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. UDF ജില്ലാ ചെയർമാൻ PT അജയമോഹൻ, കൺവീനർ UL ലത്തീഫ്, DCC പ്രസിഡന്റ് V പ്രകാശ്, സാദിഖലി ശബ്ദങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി നിരവധി നേതാക്കൾ സംബന്ധിച്ചു.